നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. വിഷുഫലത്തിൽ ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. മറ്റു നക്ഷത്രക്കാരുടെ വിഷുഫലങ്ങൾ ഞാൻ ഓരോരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനലിലെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2026 വിഷുഫലം ചിത്തിര നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതായത് പ്രവേശിക്കുന്നു. സൂര്യൻ തൻ്റെ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്ന അതും തൻ്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം. അന്നാണ് സാധാരണ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 എന്നത് ഏപ്രിൽ 15 നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. കാരണം അന്ന് സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ 9:34 സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അപ്പൊ നേരത്തെ സൂര്യോദയം കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് അത് 15 മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയം, ആ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധി പ്രകാരം നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിരിക്കുന്നത്. ശൂലത്തിൽ തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിങ്ങനെയും ഷഡ്ഗത്തിൽ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെയും വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ ഗുണകരമാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ 18 നക്ഷത്രക്കാർ ഷഡ്ഗത്തിലും 9 നക്ഷത്രക്കാർ ശൂലത്തിലുമാണ് വരുന്നത്. അതിൽ ഇപ്പൊ ചിത്തിര നക്ഷത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം പൊതുവെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇവർ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശൂലമെന്നും ഷഡ്ഗമെന്നും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. അതിൽ അന്ത്യശൂലത്തിലാണ് ഈ ചിത്തിര നക്ഷത്രം വരുന്നത്. അപ്പൊ അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. നക്ഷത്രങ്ങൾ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിവയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് പ്രകാരം അന്ത്യശൂലത്തിൽ വരുന്ന ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക്, അതായത് ചിത്തിര നക്ഷത്രക്കാർക്ക് ആയുധം കൊണ്ടും വളർത്തു മൃഗങ്ങളെ കൊണ്ടും, അത് പശു മുതലായ വളർത്തു മൃഗങ്ങളെ കൊണ്ടും പക്ഷി മുതലായവയെ കൊണ്ടും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള നിമിത്തമായും ദേഹത്തിൽ മുറിവുകൾ ഉണ്ടാകുവാനും അതോടൊപ്പം ചില രോഗങ്ങളും ആപത്തുകളും അനുഭവത്തിൽ വരികയും ചെയ്യാവുന്ന സമയമാണ് വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും വിഷുഫലമായി നല്ലത് തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോഷങ്ങളും ചിലവർക്ക് ഗുണങ്ങളും ഉണ്ടാകും. ഈ ദോഷങ്ങളുള്ളപ്പോൾ ആ ദോഷങ്ങൾ ആ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില കർമ്മങ്ങളുണ്ട്.
അതുകൂടി പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ, എൻ്റെ ശിവപ്രിയ ജ്യോതിഷാലയം എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുകളൊക്കെ കിട്ടിയാൽ എൻ്റെ ചാനലിന് അത് ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഈ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലമായിട്ട് അവർക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ്. ആയുധം കൊണ്ട് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവ്, ചതവ് ഇതെല്ലാം ഇവർക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ, വാഹനങ്ങളിൽ നിന്നും ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാനും സാധ്യത ഉണ്ട്. അപ്പൊ വാഹന സംബന്ധമായി ഇവർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം. ശരീരത്തിൽ മുറിവും ചതവും ഇതെല്ലാം ഉണ്ടാകാവുന്നതാണ്. ആരോഗ്യപരമായി ചില വിഷമതകൾ ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലമായി ഇവർക്കുണ്ടാവും. പെട്ടെന്നുള്ള ചില രോഗങ്ങൾ ഇവരെ പിടിപെടാനും സാധ്യതയുണ്ട് ഈ വിഷുഫലമായിട്ട്. ദൈനംദിന കാര്യങ്ങളിലും യാത്രകളിലും ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനക്ലേശങ്ങൾ, മനപ്രയാസം, അതേപോലെ തന്നെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ഒട്ടുമിക്ക പ്രവർത്തികളിലും തടസ്സങ്ങൾ ഇവർക്കുണ്ടാകാം. കുടുംബപരമായി ചിന്തിക്കുമ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ വേർപാടും ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലമായി ഉണ്ടാവും. അതായത് വേർപാടെന്ന് പറഞ്ഞാൽ ചിലർക്ക് മരണം വരെ ഉണ്ടാകാവുന്നതാണ്. അതായത് ഇവരുടെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ മരണം ഈ സമയത്ത് ഈ വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിലും പ്രവർത്തികളിലും കാര്യതടസ്സങ്ങളും അതോടൊപ്പം തന്നെ വിഘ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഗണപതിക്ക് വഴിപാട് നടത്താം, ഗണപതിക്ക് ഹോമം നടത്താം, അതേപോലെ തന്നെ വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം, നാളികേരം ഒഴിഞ്ഞടിക്കാം, കറുകമാല ചാർത്താം, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം. അതുകൂടാതെ ശിവന് ധാര നടത്തുന്നത് വളരെ നല്ലതാണ്. ശിവന് ധാര നടത്താം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലതാണ്. ശിവങ്കൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ജാതകത്തിൽ ഈ നക്ഷത്രക്കാർക്ക്, ചിത്തിര നക്ഷത്രക്കാർക്ക് നല്ല സമയമാണെങ്കിൽ ഇവരുടെ ദോഷാനുഭവങ്ങൾ ഇവർക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്ര വഴിപാടുകൾ നടത്തിയാലും ഇവർക്ക് ഇതിൽ നിന്നും ദോഷമുക്തി കിട്ടുന്നതാണ്. ഇതുകൂടാതെ തന്നെ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് നല്ലതാണ്. അതുകൂടാതെ ഇഷ്ടദേവതകൾക്ക് വഴിപാടും കുടുംബദേവതക്ക് വഴിപാടും നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ വിഷുഫലമായി ഇവർക്കുണ്ടാവുന്ന ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ വഴിപാടുകൾ നടത്തിയാൽ. അപ്പം മൊത്തം ആകെ നോക്കിയാൽ ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം
അത്ര ഗുണകരമല്ല എന്നാണ് പറയാൻ കഴിയുന്നത്. പഞ്ചാംഗ വിധി പ്രകാരമുള്ള വിഷുഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.